പണ്ട് ഇവിടെ ഒരു ആന അടഞ്ഞിട്ട് ഞാൻ കൃത്യമായിട്ട് പാപ്പാമാരുടെ വിഷയം ഉയർത്തി കാണിച്ച അന്നാണ് ഇവർക്ക് ഈ സംഭവം. ആന അടഞ്ഞിട്ട് പാപ്പാമാരുടെ ഒരു വിഷയം ഞാൻ പുറത്തു കൊണ്ട് അന്ന് തൊട്ട് ഇവർക്ക് എന്നോട് കലിപ്പാ പറയണത്. ഇത് അന്ന് ആന അടഞ്ഞ് വീഡിയോ എടുക്കാൻ പാടില്ല, ഒരു നിയമമില്ല. ഒരു നിയമമില്ലാത്ത സമയത്താണ് ഈ പരിപാടി കാണിക്കണത്. ഇത് ഭീഷണിയാണത്. ഇത് ശരിയല്ല. ഇത് ഭീഷണിയായിട്ടുള്ള പരിപാടിയാണത്. ഇത് ഭീഷണിയായിട്ടുള്ള പരിപാടി, പാപ്പാമാരുടെ ഭീഷണി. ശരിയല്ലത്. ഞങ്ങൾ ഐ ഡി കാർഡ് കാണിച്ചു കൊടുത്തു, എല്ലാ സാധനം കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശരിയാണോ? അല്ല, നിങ്ങള് ചാലക്കുടിയില് സജിയുടെ ആന തെറ്റി. ജനപ്രതിനിധികളോട് ചോദിച്ചു നോക്ക്. ജനപ്രതിനിധികളുണ്ട്, അവരെടുത്ത് സ്റ്റാൻഡ് കിട്ടാൻ നോക്ക്. എനിക്കൊന്നും വേണ്ട, കാര്യം കഴിഞ്ഞു. ഇനിയൊന്നും വേണ്ട. വെറുതെ ഇവിടുത്തെ ഈ ചാലക്കുടിയിലും തൃശ്ശൂരില്ലാത്ത പരിപാടികൾ നിങ്ങൾ കാണിക്കണേ. എന്ത് പേടി? എന്തിട്ട് കാണിച്ച തടയാൻ പന്നെ എന്തിട്ട് പറയണേ? തടയാൻ തന്നെ തന്നെ. എന്ത് കേസ് എന്തൊരു കേസ് അതന്നെ പറഞ്ഞേ. പിന്നെ എന്നിട്ട് വീഡിയോ എടുക്കണമെന്നാ? പത്രക്കാരെല്ലാം വന്ന് വീഡിയോ എടുക്കില്ലേ? അതിനെന്താ കുഴപ്പം? പിന്നെ അതിൻ്റെ തടയാൻ വന്ന് പിന്നെ വരെ വർത്താനം പറഞ്ഞ. ഞാൻ മോശമായിട്ട് തിരിച്ചിട്ടില്ല, കാര്യം പറയും. ജനപ്രതിനിധികളുണ്ടെന്ന് ഇവിടെ. എല്ലാവർക്കും നമസ്കാരം. ക്ഷേത്രങ്ങളിൽ ഉത്സവ എഴുന്നള്ളിപ്പിന് ആനകൾ ഇടയുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഒരുപാടായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചൂട് കാലത്ത് ആനകൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു കാലാവസ്ഥ കിട്ടാതെ വരുമ്പോൾ പലപ്പോഴും വളരെ ഭീതിജനകമായിട്ടുള്ള ചില സംഭവങ്ങളാണ് പല സ്ഥലങ്ങളിലും നടക്കുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റം ആവശ്യമാണ്. പക്ഷേ എന്നാണ് അതുണ്ടാകാമെന്നുള്ളത് പറയാൻ പറ്റില്ല. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ചില ആളുകൾ ആനയുടെ പുറത്ത് കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് തോന്നുന്നത് ഞങ്ങളാണ് ഈ പ്രദേശത്തിൻ്റെ ഒക്കെ അധിപന്മാർ, ഞങ്ങളിവിടെ ഒരു നിയമം വെച്ച് കഴിഞ്ഞാൽ ആ നിയമമായിരിക്കും, ഞങ്ങളുടെ കാര്യത്തിലൊന്നും ഇടപെടാനായിട്ട് ഒരു മാധ്യമക്കാരും എൻ്റെ ഒരാളും എൻ്റെ സംഘം ഞങ്ങൾക്കറിയാം, ഞങ്ങളൊരു ഓർഡർ ഇടും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുടെ ഒരു സമൂഹമുണ്ട്. അവരൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ചാലക്കുടി മരത്തോമ്പള്ളി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിൻ്റെ 2ാം ദിവസമായ ഏപ്രിൽ 6-ാം തീയതി തിങ്കളാഴ്ച കാലത്ത് 8 മണിക്ക് ക്ഷേത്രത്തിലെ ചടങ്ങുകളുണ്ട്. അതിനായിട്ട് വയലൂർ പരമേശ്വരൻ എന്ന് പറയുന്ന ആനയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നും കുറച്ച് നീങ്ങിക്കഴിഞ്ഞാൽ ഇതേ ക്ഷേത്രസമിതിയുടെ തന്നെ ഭരത ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ അവിടെ ഈ ആനയെ നിർത്തിയിരിക്കുകയാണ്. ഈ ആന ഒരു 8 മണിക്ക് മുൻപായിട്ട് തന്നെ ഈ ആന ഇടഞ്ഞ് അവിടെ ക്ഷേത്രത്തിൻ്റെ ഓടുകൾ നശിപ്പിച്ചു. CCTV ക്യാമറ വെച്ചിട്ടു, സർവീസ് വയർ വലിച്ചിടാൻ നോക്കി, അവിടെ ഫ്രണ്ടിലുണ്ടായിരുന്നൊരു ഷെഡ് മറച്ചിട്ടു. ഇങ്ങനെ നിരവധി നാശനഷ്ടങ്ങൾ ക്ഷേത്രത്തിലുണ്ടാക്കി. പാപ്പാനായിട്ടുള്ള ആനപ്പുഴ സ്വദേശി ജിഷ്ണു 30 വയസ്സിനെ ആക്രമിച്ചു, പരിക്കേറ്റു, സെൻറ്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ വിഷയങ്ങൾ നടക്കുന്നതിനിടയിലാണ് എനിക്കൊരു ഫോൺ കോൾ വരുന്നത്. ഞാൻ ഈ സംഭവം അറിയുന്നത്. അതിനെ തുടർന്ന് നമ്മളവിടുത്തെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ക്ഷേത്ര പരിസരത്തേക്ക് ചെല്ലാണ്. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ആനയെ, ഈ ക്ഷേത്രത്തിൻ്റെ പിറകുവശത്തായിട്ടൊരു പറമ്പിൽ ആനയെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ആന അതുവരെ കാണിച്ചിട്ടുള്ള ആ പരിഭ്രാന്തിജനകമായ അന്തരീക്ഷത്തിനൊക്കെ മാറി കുറച്ചും കൂടി ഒരു ഇതിലാണ് നിൽക്കുന്നത്. അവിടെ ഞാൻ നിൽക്കുമ്പോൾ ഫെസ്റ്റിവൽ കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള വത്സൻ ചമ്പക്കർ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ കൗൺസിലറോട് കാര്യങ്ങൾ ചോദിച്ചു, മറ്റു വിവരങ്ങൾ അന്വേഷിച്ചു, ഏതാണ് ആന, പാപ്പാൻ എന്ത് പറ്റി, എന്താ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ആനയുടെ മതപ്പാട് ഇപ്പോഴും മാറിയിട്ടില്ല, ആന കോളിലാണ്. ആനയെ കെട്ടേണ്ട സമയം കഴിഞ്ഞു എന്നാണ് ആൾ പറഞ്ഞത്. എനിക്കിതുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ പറയാനുള്ളത്, ഈ വിഷയത്തിൽ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തണം. ഈ ആനയെ എഴുന്നള്ളിക്കാനായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലായിരുന്നോ? അത് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി തന്നെ കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തട്ടെ. അത് അവർക്കറിയാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ പോകാൻ സമയത്ത് പറഞ്ഞു, വീഡിയോ എടുക്കണമെങ്കിൽ എടുത്ത് ഇവിടെ ആളുകൾ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ എന്തായിരുന്നാലും നോക്കുമ്പോൾ അവിടെ ഒരു കയർ വലിച്ചു കെട്ടി, റോഡിൻ്റെ നടുക്കിൽ കയർ വലിച്ചു കെട്ടിയിട്ടുണ്ട്. കാരണം ആനയുടെ അടുത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി ആ കയർ അവിടെ വലിച്ചു കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ആ കയർ വെക്കാൻ ഉള്ളിലേക്ക് പോകുന്നുണ്ട്, കാണുന്നുണ്ട്. അവിടെ എലിഫൻറ്റ് സ്ക്വാഡ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആനത്തൊഴിലാളി സംഘമുണ്ട്, ആനപ്രേമികളുണ്ട്. എന്തായിരുന്നാലും ഞാനായിട്ട് ആ കയർ വേദിച്ച് പോകാൻ പോയില്ല. ഞാൻ തൊട്ടടുത്ത വീട്ടിലേക്ക് കയറി ആ വീടിൻ്റെ പറമ്പിൽ നിന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുകയായിരുന്നു. ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരാളെൻ്റെ നേർക്ക് വരണം, വീഡിയോ എടുക്കാൻ പറ്റില്ല, ഐഡൻറ്റി കാർഡ് എടുക്കുക. ഞാൻ എൻ്റെ പ്രസിഡൻ്റ് ID കാർഡ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ ആളോട് പറഞ്ഞു, ചാലക്കുടി പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് ഭാരവാഹിയുടെ നമ്പറും കൊണ്ട് ഒരാളെ വിളിക്കും. അപ്പോൾ പിന്നെ വിധം മാറി, അതൊന്നും പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. വീഡിയോ എടുത്ത എന്താ പ്രശ്നം? ഞാൻ നിങ്ങളുടെ അവിടേക്ക് വന്നല്ലോ, ഞാൻ ഇവിടെ നിന്നല്ല എടുക്കണേ. എന്താണ് സംഭവം? നിങ്ങൾക്ക് എന്തെങ്കിലും ഭയമുണ്ട്? നിങ്ങൾ എന്തെങ്കിലും ചെയ്തിരുന്നു? എടുത്ത വഴി കാര്യങ്ങളൊക്കെ മാറി. നീ പണ്ട് ആ സജിയുടെ ആനയുടെ വിഷയത്തിലുണ്ടായി കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ഈ കാര്യം മനസ്സിലാവുന്നത്. പറക്കൊട്ടിങ്കൽ ക്ഷേത്രത്തിൽ ഒരു ആന ഇടഞ്ഞ് ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് അതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ ആനയെ, അതായത് വയനാടങ്ങാണ്ട് ഇടഞ്ഞ് 2 പേരെ പരിക്കേൽപ്പിച്ച ഈ ആനയെ ഒരു കാരണവശാലും ജില്ലയ്ക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ ഒരു ആനയെ ചാലക്കുടിയിൽ കൊണ്ടുവന്ന് അതിൻ്റെ തലേ ദിവസം ആനയെ പൊതിരെ തല്ലുന്നൊരു ദൃശ്യം കൈ കിട്ടി. അത് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ പരാതി പോയി. അങ്ങനെ ചെയ്ത ആളുകൾക്കെതിരെ പരാതി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുരുക്കമാണ് ഈ പറയുന്ന ആളുകൾ എന്നോട് എന്നെ സ്കെച്ചാണ്. കാരണം എനിക്ക് മുൻപേ വീഡിയോ എടുത്ത ചില ആളുകളുടെ കൂടെ ഇങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പോൾ എന്നെ ശരിക്കും സ്കെച്ച് ചെയ്തിട്ടുണ്ട് ഇവർ. അങ്ങനെ ഇവർ പിന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ. ഞാൻ നോക്കുമ്പോൾ ഇവരുടെ കൂടെയുള്ള ഒരു സംഘം പിന്നാലെ വളഞ്ഞു കയറി എന്തോ താനാരാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഭയങ്കര സംഭവം നമ്മുടെ അടുത്ത് തട്ടിക്കാറാണ്. അതിനുശേഷം വീഡിയോ എടുക്കുന്നത് നിർത്തി, ഇവർ വീഡിയോ എടുക്കുന്നത് നിർത്തി. ഞാൻ പോരുന്നു.
ഇവർ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. ഞാൻ പോരുന്ന സമയത്ത് ഒരു 10-20 പേര് കൂടിയിട്ട് എൻ്റെ വണ്ടി വളഞ്ഞു. ഞാൻ വണ്ടി നീ ഇവിടെ മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതി. അതിൻ്റെ ഇടയിൽ പറയുന്ന ആൾ പറയുന്ന ഒരു ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ആചാരലംഘനം നടത്തിയെന്ന്. ഞാനേ ആചാരലംഘനം എന്ത് ആചാരലംഘനമാണ് നടത്തിയത്? ഇതും പറഞ്ഞിട്ടാണ് ഇവർ എൻ്റെ വാഹനം തടഞ്ഞത്. എൻ്റെ വാഹനം തടഞ്ഞതിന് ശേഷം ഇവർ ചാവി വലിച്ചിരുന്നു. ഈ പറയുന്ന ഞാൻ കണ്ടാലറിയാം, എനിക്ക് കണ്ടാൽ കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാർ കണ്ട് ചാവി വരുന്നു. അതിനുശേഷം നീ ഇവിടെ മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതി, ഇതിൻ്റെ മുന്നിൽ മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതി. ഏത് സംഭവത്തിന്? പഴയ സംഭവത്തിന്. വീഡിയോ ആണെങ്കിൽ ഡിലീറ്റ് ചെയ്താടാ. ഇവരുടെ ഏതാണ്ട് ഒരു സാമ്രാജ്യം പോലെയെന്ന്. ഇതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എന്നെ അവർ പിടിച്ച് ഉന്തി. ഞാൻ വണ്ടിമേൽ നിന്ന് ഇറങ്ങി. എൻ്റെ വണ്ടിയുടെ ചാവി ഊരി കൊണ്ടുപോയി എന്നെ ശരിക്കും പറഞ്ഞ ഒരു ബന്ദിയാക്കണ പോലെ സ്റ്റൈലിലേക്ക് ആക്കി ഇവർ നിർത്തി. ക്ഷേത്രസമിതിയുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇവർ ഒന്നും ഒരു കാര്യം ചെയ്തില്ല കേട്ടോ. അതിലുള്ളൊരു കാര്യം ഞാൻ പറയുന്നത്, ഈ മരത്തമ്പള്ളി ക്ഷേത്രത്തിലെ ക്ഷേത്രസമിതി ചാലക്കുടി പ്രസ് ക്ലബ്ബിൽ വന്ന് പത്രസമ്മേളനം നടത്തി ഞങ്ങളെ ക്ഷണിച്ചിട്ടുള്ളതാണ് ഈ പരിപാടിക്ക്. പറയുന്ന ഭാരവാഹികൾ അവിടെ നിൽക്കുന്നുണ്ട്. അവരതിൽ ഇടപെടണമെന്നില്ല. ഞാൻ ആചാരലംഘനം ഉണ്ടാക്കി, ഞാനൊരു മറ്റു മതത്തിൽപ്പെട്ട ഒരാളാണല്ലോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇനി എന്താ ആചാരലംഘനമാണ് അവിടെ സൃഷ്ടിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ വേറെ ഒന്നും പറയാൻ പോയില്ല. ഞാൻ നേരെ വത്സൻ ചെമ്പക്കര എന്ന് പറഞ്ഞ കൗൺസിലർ എടുത്തു. കാരണം അയാൾക്ക് കുറച്ച് ഈ മാന്യത എന്ന് പറയുന്ന ഒരു സംസ്കാരം ഉള്ള ഒരു വ്യക്തിയാണ്. കാര്യം ആരുടെ ഭാഗത്ത് ശരിയുണ്ട്, ആ ശരിയുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനോട് ഞാൻ പോയി പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത്. ആൾ പെട്ടെന്ന് വളരെ ഇടപെട്ടു. അതെ, ആ പഴയ സംഭവത്തിൻ്റെ പേരിൽ നിങ്ങൾ ആളോട് പറയേണ്ട. അതിൽ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിക്ക് അതിലൊരു തീരുമാനമുണ്ട്. നിങ്ങൾ കൂടുതൽ നിങ്ങൾ മാധ്യമപ്രവർത്തകനെ വിട്. അങ്ങനെ അയാൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ആ കോമ്പൗണ്ടിൽ നിന്ന് എന്നെ അവർ മാറുന്നത്. അപ്പോൾ തന്നെ ഒരാൾ കൊണ്ടുപോയിട്ട് ചാവി കൊണ്ട് വണ്ടിയും വെച്ചു. ആ ചാവിയുടെ കീച്ചേനൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് പോരാണ്. ഞാൻ പോകുന്നതിന് ശേഷം ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ചാലക്കുടി പ്രസ് ക്ലബ്ബിൽ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് അറിയാൻ സാധിച്ചത്, ഈ ആനത്തൊഴിലാളി സംഘത്തിൻ്റെ പ്രസിഡന്റ് കാലടി ബിനു, അദ്ദേഹത്തിനാണ് ഈ കൂടുതൽ ആവേശമൊക്കെ ഉണ്ടായത്. അദ്ദേഹത്തിനെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് തടഞ്ഞതിലും എന്നെ ഭീഷണിപ്പെടുത്തിയതിലും അയാൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ആനയുടെ പുറത്തിരുന്നിട്ട് നമ്മളെല്ലാവരും നമ്മുടേതാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല. ഞാൻ അയാളോട് കുറേ നേരം ചോദിച്ചു, ഇവിടെ വീഡിയോ എടുക്കരുതെന്ന് ഏതെങ്കിലും ഉത്തരവ് ആരെങ്കിലും പുറപ്പെടുവിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മളെന്തിനാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്നത്? ഇത് ജനങ്ങൾക്ക് കൊടുക്കുന്നൊരു ജാഗ്രതാ നിർദ്ദേശമാണത്. ഈ പറക്കോട്ടിങ്കൽ ക്ഷേത്രത്തിൽ നമ്മൾ ചെന്നപ്പോൾ തന്നെയാണ് ചെയ്തത്. പക്ഷേ പിന്നീടാണ് അതിൻ്റെ പിറകിൽ നടന്ന സംഭവങ്ങൾ അറിയുന്നത്. ഇത് തീർച്ചയായിട്ടും വളരെ മോശമായിട്ടൊരു സംഭവമാണ്. ഒരു ഭീഷണീസമാണ് ഈ പറഞ്ഞ രീതികളൊക്കെ കാണിച്ചു കൂട്ടിയത്, അഭ്യാസ പ്രകടനങ്ങൾ. ഇത് ശരിയല്ല. ഞാൻ ഈ ആനയുടെ ഉടമ, അദ്ദേഹം ഒരു മാന്യനായിട്ടൊരു വ്യക്തിയാണ്. ഈ ആനയുടെ ഉടമ ഈ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. അദ്ദേഹത്തിന് തലയ്ക്ക് മൂളയുള്ള ഒരാളാണ്. ഇത് ഇവിടെയുള്ള കുറേ ആൾക്കാർ, കുറേ ആനത്തൊഴിലാളി സംഘം എന്നൊക്കെ പറഞ്ഞ്, ആനപ്രേമികൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ടീമുകൾ വന്നിട്ട് കാണിച്ചു കൂട്ടിയ ഒരു സംഭവമാണത്. എന്തായിരുന്നാലും പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. മറ്റു വിഷയങ്ങൾ മുന്നോട്ട് പോകട്ടെ. മാധ്യമപ്രവർത്തകർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട്, അവരുടെ പ്രവർത്തനം ചെയ്യാനായിട്ട് അനുവദിക്കാതിരിക്കുക എന്നുള്ള പരിപാടി അത് തീർച്ചയായിട്ടും ശരിയല്ല. ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊന്നും ഈ വിഷയത്തിലൊന്നും ചെയ്യുക പോലും ഉണ്ടായിട്ടില്ല. അത് ശരിയല്ല എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. ചാലക്കുടിക്ക് ഒരു മാനവികതയുണ്ട്. ആ മാനവികത ആരും കളഞ്ഞു കൊടുക്കാതിരുന്നത് നല്ലതാണ്. ഞാൻ ഏത് ആചാരലംഘനമാണ് അവിടെ ആചാരലംഘനമാണ് നടത്തിയെന്നുള്ളത് അവർ തന്നെ പറയട്ടെ. നന്ദി, നമസ്കാരം. ഇങ്ങനെ നമുക്ക് വളരെ വിഷമകരമായിട്ടുള്ളൊരു സംഭവവും അനുഭവവും അവിടെ ഉണ്ടായി. ഈ ചൂട് കാലഘട്ടത്തിൽ ഞാൻ പല തവണ പറഞ്ഞിട്ടുള്ളത്, ഈ ചൂട് കാലഘട്ടത്തിൽ ആനയെ എഴുന്നള്ളിക്കാനായിട്ട് കൊണ്ടുവരുമ്പോൾ സ്വീകരിക്കേണ്ട ചില നാട്ടാന പരിപാലന ചട്ടങ്ങളൊക്കെ ഉണ്ട്. ആനയെ പൊരിവേലത്ത് കൊണ്ടല്ല നിർത്തേണ്ടത്, ആനയെ നിർത്തേണ്ട സ്ഥലങ്ങൾ നിർത്തണം. നമ്മളൊന്ന് മനസ്സിലായി. നമുക്ക് റോട്ടിലിറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടോ? 10 മിനിറ്റ് നമുക്ക് റോട്ടിൽ നിൽക്കാൻ പറ്റുമോ? അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഇതുപോലെ ഒരു വന്യതയിൽ വിഹരിക്കേണ്ട ഒരു ജീവിയെ കൊണ്ട് ഇങ്ങനെ നിർത്തി. എന്താ പറയുക, എന്നാണ് ഇതിന് മാറ്റം വരുത്തുന്നതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ചൂടും സംഭവങ്ങളും അതൊക്കെ ഓർക്കേണ്ടവരും ചിന്തിക്കേണ്ടവരും എന്ന് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത് ഭീഷണിയായിട്ടുള്ള പരിപാടി, പാപ്പാമാരുടെ ഭീഷണി ശരിയല്ലത്. അല്ല, ഇന്നാള് ചാലക്കുടിയിൽ സജിയുടെ ആന തെറ്റി. ജനപ്രതിനിധികളുണ്ട്. ജനപ്രതിനിധികളോട് ചോദിച്ചു നോക്ക്. ജനപ്രതിനിധികളുണ്ട്, അവരുടെ സ്റ്റാൻഡ് നോക്ക്.